ഈ വീഡിയോ ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് അവൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് അമ്മയാവാൻ പോകുന്ന ഓരോ കുട്ടിക്കും അറിയാം തൻ്റെ കുഞ്ഞ് കരയും, അതിനെ ഫീഡ് ചെയ്യണം, എൻ്റെ ടൈം ടേബിൾ അപ്പ് ആൻഡ് ഡൗൺ മറിയാൻ പോവുകയാണ്, കുറേ ഡിസ്കംഫർട്ട് എനിക്ക് ഉണ്ടാകും എന്നുള്ളതൊക്കെ. പക്ഷേ ഇതൊക്കെ അവരൊന്ന് അംഗീകരിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എല്ലാത്തിനും നമ്മൾ കുറച്ച് സമയം കൊടുക്കണ്ടേ. അതിനു മുൻപ് തന്നെ ഒരുപാട് ഉപദേശക്കാരിങ്ങനെ വരാൻ തുടങ്ങും. ഇങ്ങനെ കിടക്കരുത്, ഇത് കഴിക്കരുത്, എപ്പോഴും ഫീഡ് ചെയ്യണം തുടങ്ങിയ കുറേ കാര്യങ്ങൾ. പിന്നെ വന്ന് നോക്കിയിട്ട് അയ്യോ നിനക്ക് പാലില്ലേ, എനിക്കൊക്കെ എന്തോരം പാലായിരുന്നു, കൊച്ചിന് എപ്പോഴും കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഒരു കുട്ടിയുടെ വയറിനറിയാൻ എത്ര പാല് വേണ്ടിവരും, അതല്ലെങ്കിൽ ഫോർമുല മിൽക്കൊക്കെ ഇപ്പം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഇവർ കാണാൻ വരുന്നവർ പറയുന്ന ഓരോ വാക്കും ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഫീൽ ആണ് ഉണ്ടാക്കുക. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ചേർത്ത് വെച്ചോട്ടെ. എൻ്റെ 20ാമത്തെ വയസ്സ് തികയുന്നത് ആദ്യത്തെ ബേബീനെ ഡെലിവറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ നോക്കുന്ന ചേച്ചി അപ്പുറത്ത് നിന്നെന്തോ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, ഇതിനെ എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല. ഉടനടി എന്നെ കാണാൻ വന്ന ആൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ അതിനെടുക്കണം, എടുത്തിട്ട് പാല് കൊടുക്കണം, എന്നാലാണ് ഒരു നല്ല അമ്മയാവുള്ളൂ, ഇനി ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നാൽ ശരിയാവില്ല എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എൻ്റെ ബേബിനെയാണ്. ഇവർ പറഞ്ഞ ഈ വാക്ക് എന്നെ കുറേ കാലം ഗിൽറ്റ് ഫീൽ എടുപ്പിച്ചിരുന്നു. ഞാനൊരു നല്ല അമ്മയല്ലേ, അല്ലെങ്കിൽ ഞാനൊരു അമ്മയാവാനായിട്ട് ഏബിൾ ആയിട്ടുള്ള ആളല്ലേ എന്നുള്ളതൊക്കെ. പിന്നീട് അത് മാറിയത് ഞാൻ ഇവരുടെ മകള് ഒരു 35-36 വയസ്സിലാണ് ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ ലേഡിക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നത്. ഞാൻ അവരെ കാണാനായിട്ട് ചെന്നപ്പോൾ അവർ 6 മാസത്തിന് ശേഷവും ആ കുട്ടിയെ എടുക്കാനും പിടിക്കാനൊക്കെ ഒരു ലേഡിയെ നിർത്തിയിരിക്കുകയാണ്. അതിന് ഇവർ പറഞ്ഞ കാരണം അവർക്ക് അങ്ങനെ കുട്ടികളെടുക്കാനൊന്നും അറിഞ്ഞൂടാണ്, പിന്നെ ഞങ്ങൾ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയതല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഉപദേശക്കാരുടെ കാര്യം. അവനവന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കാം. ബാക്കിയുള്ളവർക്കാണ് ചില കർശന നിയമങ്ങൾ അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന പുതിയ കുട്ടികളുടെ, അതായത് പുതിയ അമ്മമാരുടെ, അവരെ ടേക്ക് കെയർ ചെയ്യുന്നവരോടാണ് പറയുന്നത്, ദയവേത് ഈ ഉപദേശമായിട്ട് വരുന്ന ആളുകളെ നമുക്ക് തടയാൻ പറ്റില്ല, പക്ഷെ അവർ പോയി കഴിയുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഒരു സമാധാനം കൊടുക്കണം. കുഴപ്പമില്ല, അവരവരെ വിവരക്കേടുകൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ചേർന്ന് അതിനൊന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ട് പോകാനായിട്ടുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ പുതിയ അമ്മമാർക്ക് അവരെ നോക്കുന്നവർ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ സഹായം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.